പ്രിയമുള്ളവരെ, മണ്ടനെ ശാസ്ത്രജ്ഞനാക്കുന്ന മായാജാലം എന്ന പേരിൽ ഒരു വീഡിയോ നമ്മൾ ഇതിനിടയ്ക്ക് കൺവേ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പരാമർശിച്ചത് എഡിസനെയാണ്, ആൽവ എഡിസനെയാണ്, തോമസ് ആൽവ എഡിസനെയാണ്. ആ തോമസ് ആൽവ എഡിസൺ 1093 കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഈ നടത്തിയ 1093 കണ്ടുപിടുത്തത്തേക്കാൾ അദ്ദേഹത്തെ ഒരുപക്ഷെ മഹാനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷത്തിലേക്കാണ് ഈ വീഡിയോ വഴി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൽ സൂചിപ്പിച്ചായിരുന്നു, അദ്ദേഹത്തിൻ്റെ 67ാമത്തെ വയസ്സിൽ അതുവരെ അദ്ദേഹം കെട്ടിപ്പൊക്കിയ അദ്ദേഹത്തിൻ്റെ ലാബ് അഗ്നിക്കിരയായി. അതിങ്ങനെ ആളിക്കത്തുകയാണ്. തൻ്റെ ഒരു മനുഷ്യായുസ്സിലെ സമ്പാദ്യത്തിലെ ഗണ്യമായ ഭാഗം ഇങ്ങനെ കത്തിക്കാളുകയാണ്. ആ സമയത്ത് അദ്ദേഹം സ്വന്തം മകനെ വിളിച്ചിട്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് വരാൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ട് ഈ അഗ്നിജ്വാല ഇനി ഒരിക്കലും ഒരുപക്ഷെ കാണാൻ കഴിയത്തില്ല, ഇത് കത്തി തീർന്നാൽ പിന്നെ കാണാൻ പറ്റുമോ ചാമ്പനായാൽ, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞു. ആ മാതാവിനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് അതിനകത്ത്, ഈ ലാബിലുണ്ടായിരുന്ന വേസ്റ്റുകൾ അത് കത്തിപ്പോയി, ഇനി നമുക്ക് നല്ലത് വീണ്ടും സീറോയിൽ നിന്ന് ആരംഭിക്കാം. അപ്രകാരം അദ്ദേഹം സീറോയിൽ നിന്നാണ് ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കുലുക്കോ സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണോ സംഭവിക്കുന്നത് ആ സംഭവത്തിനെ ഉൾക്കൊള്ളാനും എന്ത് പ്രതിസന്ധിയാണോ നേരിടേണ്ടി വരുന്നത് ആ പ്രതിസന്ധിയെ നേരിടാനും അതിനെ അതിജീവിക്കാനും കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം, ഒരു തൻ്റെ ഇടം, അത് തന്നിൽ തന്നെയുള്ള വിശ്വാസമാണ്, പ്രകൃതിയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം പിടിച്ചു കയറുവാൻ വീണ്ടും അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തെ തന്നെ അവരുടെ കാൽ കീഴിലാക്കി മാറ്റുവാൻ അവർക്ക് കഴിയും. അപ്രകാരം ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ഈ സംഭവത്തിലൂടെ നമുക്ക് തന്നൊരു മെസ്സേജ്, ഒരു ചെറിയ സാധനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു പേന നഷ്ടപ്പെട്ടു പോയി, അതിന് കരയുന്നവരില്ലേ, അതിന് വിഷമിക്കുന്നവരില്ലേ? നമ്മൾ സമയം പിന്നെ വേസ്റ്റ് ചെയ്യുക, വെറുതെ വേസ്റ്റ് ചെയ്യുക. ഒരു പരീക്ഷ എഴുതി അല്പം മാർക്ക് കുറഞ്ഞു പോയി, അതിന് വിഷമിക്കുന്നവരില്ല, അതുകൊണ്ട് മാത്രം തീർന്നോ? അപ്പം നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ എന്തു തന്നെയായാലും ശരി, അതിനെ സധൈര്യം നേരിടാൻ, അതിന് തക്ക ആത്മവിശ്വാസം, അതിന് തക്ക തൻ്റെ ഇടം തനിക്കുണ്ട് എന്ന് ആത്മവിശ്വാസം ആ വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ ലോകത്താർക്കും കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിൻ്റെ ലാബ് കത്തുന്നതിലൂടെ തെളിയിച്ചു തന്ന ഒന്ന്. ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്.